Hello everyone, so welcome to our channel കൊച്ചു കൊച്ചു നോർവേ. സോ ഇന്ന് നമ്മളൊരു ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നോർവേയിൽ ആദ്യമായിട്ട് ക്യാമ്പിംഗ് ട്രൈ ചെയ്തു. അപ്പോൾ ക്യാമ്പിംഗ് ട്രൈ ചെയ്തപ്പോൾ ആദ്യമായിട്ടുണ്ടായ ഒരു ന്യൂ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, പിന്നെ ഉണ്ടായ കുറച്ച് അബദ്ധങ്ങൾ. ഞങ്ങൾ പോയ കാടിന് ചെറുതായിട്ട് ഞങ്ങളൊന്ന് തീയിടാനൊക്കെ പോയി. പിന്നെ ഞങ്ങൾ പോയൊരു സ്പോട്ടും ഒരു സ്പെഷ്യൽ സ്പോട്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളതിങ്ങനെ ജസ്റ്റ് കയറിയപ്പോൾ കണ്ടുപിടിച്ച ഒരു സ്പോട്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് അറിയാൻ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ വിന്ററിന് വരുമ്പോൾ ആക്ച്വലി ഇവിടെ ആരും ഉണ്ടാവാറില്ല കേട്ടോ. ഇവിടെ ഭയങ്കര ഐസൊലേറ്റഡ് എടുക്കുന്ന പ്ലേസ് ആയിരുന്നു. ഇന്ന് വന്നപ്പോൾ കുറേ ആൾക്കാർ, അവിടെ ഫുൾ നിറച്ച ആൾക്കാരെ നമുക്ക് ക്യാമ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ലേക്കിന് ചുറ്റും. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് കാട്ടിലേക്ക് കയറാം, അപ്പൊ മോളിൽ പോയിട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചേക്കണേ. അപ്പൊ അങ്ങനെ നമ്മൾ തപ്പി പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടണം. ഞങ്ങൾക്ക് കിട്ടിയ, നമ്മൾ ടെന്റ് തപ്പിയപ്പോ നമുക്ക് കിട്ടിയത് 6 പേരുടെ ടെന്റാണ് നമുക്ക് റെന്റ് ചെയ്യാൻ കിട്ടിയത്. അപ്പൊ ഒരു വലിയ കാട്ട് ടെന്റാണ്, അതെങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ആദ്യം പോയി നമ്മളിതൊക്കെ ഒന്ന് വെച്ച് നോക്കണം. അപ്പൊ നമുക്കൊരു വലിയ സ്പേസും വേണം. അപ്പൊ അത് തപ്പി പോവാണ് ഞങ്ങളിപ്പോ. കാടിന്റെ ഉള്ളിലേക്ക് കയറി അപ്പൊ ശരിക്കും കണ്ടറിയാം, നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് ഇപ്പൊ ഇവിടെ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. പക്ഷേ നമുക്ക് ക്യാമ്പ് ചെയ്യണമെങ്കിൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം. കുറച്ച് പുല്ലും കൂടി ഉള്ള ഏരിയ ആണെങ്കിൽ അത്രയും സൗകര്യം. അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കുറച്ചും കൂടി മുകളിൽ പോകുമ്പോൾ വേറെ ലേക്ക് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടത്. അപ്പൊ ആ ലേക്കിന്റെ ചുറ്റും ഒരു പരന്ന പ്ലേസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവള് കയറി പോണേ. നോക്കാം എന്താവും. നോർവേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ, റൈറ്റ് ടു റോം. അതായത് ഏത് പറമ്പിലും ഏത് കാട്ടിലും നമുക്ക് സിമ്പിളായിട്ട് പോയി ക്യാമ്പ് ചെയ്യാം. അത് ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു റൈറ്റാണ്. അതായത് നമ്മൾ ഒരാൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരാളുടെ ക്യാബിനിൽ നിന്ന് ഒരു 150 മീറ്റർ ദൂരെ ചെയ്യണമെന്ന് മാത്രമാണ് റൂളുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും നേച്ചർ ആക്സസബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു റൂള്. അതുകൊണ്ട് ഈസിയാണ്, നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ക്യാമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോവുക, കിട്ടണ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുക. അത് അടിപൊളിയാട്ടോ. ഈ കാണുന്ന പൂവ് നമുക്ക് ഈ സീസണിൽ ഇവിടെ ഒരുപാട് കാണാം കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ മരമുല്ലില്ലേ, അതുപോലെയൊക്കെ ഉണ്ടാവും കാണാൻ. പിന്നെ നല്ല സ്മെല്ലുള്ള ഒരു പൂവാണ്. ഇങ്ങനെ പൂവൊക്കെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു ഹൈക്കാട്ടോ നമ്മൾ ക്യാമ്പിനൊക്കെ കയറി പോകുമ്പോൾ. നമ്മളിപ്പോൾ അതേ നടന്ന് ശരിക്കും കാടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ. അപ്പം നമ്മൾ മേലോട്ടാണ് ഫുൾ കയറ്റം. അപ്ഹിലായിരുന്നു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടയർഡായി ഈ ഒരു സമയം എത്തിപ്പോയിക്കും. പിന്നെ കാടിൻ്റെ ഉള്ളിൽ നടത്തായതുകൊണ്ട് ഒരു രസമായിരുന്നു. ആ കിളികളുടെ ഒച്ചയും ഇങ്ങനെ കുറേ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. ഒരു പ്രത്യേക ഫീലാണ് നമ്മൾ കാട്ടിക്കൂടെ കയറി പോകുമ്പോൾ. ലില്ലെ ഒക്ലുങ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടേക്കുള്ള ബോർഡൊക്കെ നമുക്ക് ഇവിടെ ഡയറക്ഷൻ ബോർഡ്സൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വന്ന ലേക്കിലെത്തിയപ്പോൾ ആ സ്ഥലം പോയി ഗൈസ്. അവിടെ വേറെ ഫാമിലീസ് ഓൾറെഡി ക്യാമ്പ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ ഞങ്ങൾ നോക്കിയപ്പോൾ ബ്ലൂ മാർക്സ് കണ്ടു. അതിനർത്ഥം ഇനിയും ട്രെയിൽ മേലോട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ ട്രീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ മാർക്ക് കാണാം. എന്നാൽ പിന്നെ മേലോട്ട് കയറി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ, അപ്പം പിന്നെ എവിടെയെങ്കിലും പ്ലേസ് കണ്ടുപിടിച്ച് നമുക്ക് ക്യാമ്പ് ചെയ്യണം. എന്നാൽ പിന്നെ മേലോട്ട് പോവാം. ഇനിയിപ്പോൾ എങ്ങോട്ടാന്ന് അറിയാണ്ട് വട്ടം തിരിഞ്ഞ് ഒരു സ്ഥലം കണ്ടെത്തി. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല കേട്ടോ. നല്ല വലിയ സ്പേസ് ആണ്, പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ നിറച്ച ഇലക്ട്രിക്കൽ ലൈൻസൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ച ആ ഒരു ബാങ്കിൽ നിങ്ങൾ നോക്കിയേ, എന്തോരം ആൾക്കാരെ ക്യാമ്പ് ചെയ്തേക്കുന്നല്ലേ. അപ്പോൾ അവിടെയും സ്പേസ് ഇല്ല. പിന്നെ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ഞങ്ങൾ വീണ്ടും കയറി. ഞങ്ങൾ നല്ലൊരു സ്പേസ് കണ്ടെത്തിയിട്ട് ഇനി നിൽക്കുന്നോർത്ത് വീണ്ടും കയറി. നമ്മളൊരു പ്ലാൻ ഇട്ടാലും ദൈവത്തിന് വേറൊരു പ്ലാൻ ഉണ്ടെന്ന് പറയണ പോലെയായിരുന്നു കേട്ടോ നമുക്ക് ഈ സ്പേസ് കിട്ടിയപ്പോൾ തോന്നിയത്. ബിക്കോസ് നല്ലൊരു അടിപൊളി സ്പേസ്. ശരിക്കും കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. നമുക്ക് ചുമ്മാ കയറി നോക്കിയതാ അവിടെ സ്പേസ് ഉണ്ടോയെന്ന് അറിയാൻ. അങ്ങനെ കയറി നോക്കിയപ്പോൾ ഒരു ക്ലിഫിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു പ്ലെയിൻ ഏരിയ. അതിൻ്റെ സൈഡിൽ നല്ല കല്ലുകൾ കൊണ്ടൊക്കെ കെട്ടിയിട്ട്, അപ്പുറത്താണെങ്കിൽ ശരിക്കും ഒരു ക്ലിഫുമാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫയർ പ്ലേസ് ഏരിയ. അങ്ങനെ ഒരു സെറ്റപ്പ് സ്ഥലം കിട്ടിയിട്ടോ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ. എന്തായാലും ഇവിടെ എത്തി. കാടിന്റെ ഉള്ളിൽ കൂടെ ഒരു ഹൈക്ക് ആവാന്ന് വിചാരിച്ചിങ്ങനെ പോവാണ്. നമ്മൾ സ്ഥലം അവിടെ ബുക്ക് ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തുകൊണ്ട് ബാഗ് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പോന്നു. ആരും എടുത്തുകൊണ്ട് പോവില്ലായിരിക്കും, പോകാറില്ല. പിന്നെ കാട്ടിലൊക്കെ വരണ്ടേ എടുക്കണമെങ്കിൽ.
അപ്പൊ ഞങ്ങള് കാട്ടിക്കോടെ ഒന്ന് നടന്ന് നോക്കുക. ഫയർ സ്റ്റാർട്ടറായിട്ട് നമ്മളിത് ഈ മരത്തിൻ്റെ ബാർക്ക് കുറച്ച് കളക്ട് ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ ഫയർ പ്ലേസ് ഇടുമ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്റ്റാർട്ടർ. അപ്പം നടക്കാൻ പോയപ്പോൾ തന്നെ അത് സെറ്റ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലത്തേക്ക് തന്നെ വന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ മനസ്സിലാവണ്ടേ, അതെ അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. 3 കല്ലും അതിനകത്തൊരു തൂപ്പും. യെസ്, അത് ഞങ്ങളുടെ തൂപ്പ് തന്നെ. മഴയ്ക്കുള്ളൊരു ചാൻസ് ഒക്കെ കണ്ടായിരുന്നു ഞങ്ങൾ വേഗം തന്നെ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ജോസഫ് അവിടെ ക്യാമ്പൊക്കെ എടുത്ത് സെറ്റാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ക്യാമ്പിങ്. അപ്പോൾ ഒരു പിടിപാടില്ല, നല്ല കാറ്റൊക്കെ വന്നു തുടങ്ങി, ഇരുട്ടായി തുടങ്ങി. അത് ഞങ്ങളാണെങ്കിൽ ക്യാമ്പ് തുറന്ന് നോക്കിയപ്പോൾ അതിന് ഒരുപാട് ഓട്ടകളും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിപാടില്ലാണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ക്യാമ്പിംഗ് ഏരിയയിലുണ്ടായിരുന്ന കമ്പും കോലൊക്കെ എടുത്ത് അങ്ങ് മാറ്റി. എന്നിട്ട് നമ്മൾ ക്യാമ്പ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരാളെ കൊണ്ട് കൂടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ 2 ആളും കൂടിയിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുട്ടിക്കാലത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞിക്കൂടാരം വെക്കില്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. ആ ഓർമ്മകളിലേക്കാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഇത് സെറ്റ് ചെയ്യുമ്പോൾ പോയത്. നമ്മൾ ഫസ്റ്റ് ടൈം ക്യാമ്പിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ പണ്ട് നമ്മുടെ അമ്മയുടെ സാരിയും അതിങ്ങോട്ട് നമ്മുടെ ഡാഡിയുടെ മുണ്ടും ഇതൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ കൂടാരം ഉണ്ടാക്കുക. ഇത് നല്ല അടിപൊളി കൂടാരം, സെറ്റ് സാധനം. അങ്ങനത്തെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ നമുക്ക് കിട്ടിയേ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിന് കുഞ്ഞ് വിൻഡോ ഒക്കെ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. ക്യാമ്പ് നമ്മൾ പുറത്ത് ഇങ്ങനെ ഹുക്കുകളുമേക്ക് ആട്ടോ വലിച്ചു കെട്ടിയ. പിന്നെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഈ ഹുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെയുള്ള വേരുകളുമേ ഒക്കെ കെട്ടിയിട്ടാണ് നമ്മൾ ക്യാമ്പിനെ നിർത്തിയേക്കുന്നത്. പിന്നെ നമ്മൾ ക്യാമ്പിൻ്റെ അകം ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. പിന്നെ നമ്മൾ അവിടുത്തെ പൊന്തി നിന്ന കല്ലുകളൊക്കെ നമ്മളെടുത്ത് മാറ്റി. ബിക്കോസ് നമുക്ക് അവിടെ രാത്രി കിടക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആ കിടക്കേണ്ട പ്ലേസ് നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത പരിപാടി വുഡ് സെറ്റ് ചെയ്യില്ല കേട്ടോ. ഞാനവിടെ കാട്ടിൽ നടന്ന കുറച്ച് കമ്പും കോലൊക്കെ സെറ്റാക്കി. ജോസഫ് ആണെങ്കിൽ അവിടെ വലിയ മരങ്ങൾ എടുത്തിട്ട് ശരിക്കും ഫയർവുഡൊക്കെ ആക്സ് ഒക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. കാട്ടിലായതുകൊണ്ടാവാം പെട്ടെന്ന് ഇരുട്ടാവണുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സന്ധ്യയായി. അങ്ങനെ രാത്രിയായപ്പോഴേക്കും ഞങ്ങൾ ക്യാമ്പിനകത്ത് നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. ഒരു പ്രത്യേക വൈബായിരുന്നു. So excited. പിന്നെ നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയയും കിട്ടിയിട്ടോ. ഒരിക്കലും വിചാരിച്ചില്ല. നമ്മുടെ ടെന്റ് കൊള്ളില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ടെന്റ് നല്ല കറക്റ്റായിട്ട് കൊണ്ടു. നല്ല കല്ലൊക്കെ കെട്ടി ഇങ്ങനെ നല്ല അടിപൊളി ഒരു ഏരിയ. ഇതിന് കല്ലിന്റെ തൊട്ടപ്പുറത്ത് കുഴിയാ, ആ വലിയ കുഴി. സെൽഫ് ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ഒരു മാട്രസും അതിന്റെ മുകളിൽ ഡുവയും ഇട്ടിട്ടാട്ടോ നമ്മൾ കിടക്കണ ഏരിയ സെറ്റ് ചെയ്ത്. രാത്രിയായപ്പോഴേക്കും നല്ല തണുപ്പടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. ഞങ്ങൾ കുറച്ച് വാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത ഫയർ സ്റ്റാർട്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ തീയിട്ടു. അപ്പോൾ രാത്രി ഇങ്ങനെ നല്ല തണുപ്പത്ത് നമ്മളിങ്ങനെ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യാമ്പ് ഫയറും കൂടി കൂട്ടുമ്പോൾ അതൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ക്യാമ്പ് ഫയർ കൂട്ടി ഞാൻ വൈബ് അടിച്ചിരുന്നപ്പോഴാട്ടോ പെട്ടെന്ന് വേറൊരു സംഭവം നമ്മൾ ശ്രദ്ധിച്ചേ. അതായത് ഭയങ്കര കാറ്റായിരുന്നു. ആ കാറ്റത്ത് നമ്മുടെ തീ ഭയങ്കരമായിട്ട് ആളി തുടങ്ങി. ഇത് ശരിക്കും പുറത്തേക്കും എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവാൻ തുടങ്ങി. നമുക്കൊരു അൺകൺട്രോൾഡ് ആയിട്ട് തീ കത്താൻ തുടങ്ങി. ഞങ്ങൾ കുറേ കല്ലുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നിങ്ങൾക്ക് കാണാം എല്ലാ കല്ലുകളുടെ ഇടയിൽ കൂടെയും ഈ തീ പുറത്തേക്ക് പടരാൻ തോന്നി. ഈ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കിയത്. അതായത് പണി പാളി ഗൈസ്. അതായത് ഫുൾ തീ എല്ലായിടത്തേക്കും പടരാൻ തുടങ്ങി. നമുക്കാണെങ്കിൽ ഇത് കെടുത്താനുള്ളൊരു വാട്ടർ സോഴ്സ് തൊട്ടടുത്തൊന്നുമില്ല. നമ്മുടെ ഫുൾ മലയിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തീ പടരും. ഞങ്ങൾ സത്യം പറയാലോ ശരിക്കും പാനിക്കായിപ്പോയി. ബിക്കോസ് താഴേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ക്ലിഫാണ്, അവിടെ ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പേടിച്ചുപോയി. കാട് മുഴുവൻ തീയിടാൻ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ഫുഡ് അടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സത്യം പറയാലോ ശരിക്കും ഞങ്ങൾ പാനിക്കായിപ്പോയി. ഞങ്ങൾക്ക് ഒരു ബോട്ടിൽ വെള്ളമാണ് നമ്മളിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതൊക്കെ ഒഴിച്ച് കിടത്തി വേഗം വന്ന് ഫുഡ് അടിച്ച് നമ്മൾ ക്യാമ്പിനുള്ളിൽ കയറി. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് പുറത്ത്
ശരിക്കും നമുക്ക് ടെൻറ്റ് അടിക്കണ കാറ്റ് അടിക്കണ ഫീൽ ആയിരുന്നു. പിന്നെ ടെൻറ്റ് സ്ട്രോങ് ആയ കാരണം ഒരു കുഴപ്പമുണ്ടായില്ല. എന്നാലും ഒരു പേടിയുണ്ടായി, രാത്രി ഇനി പറന്നു പോവോ അല്ലെങ്കിൽ പണിയാവുമെന്ന്. പക്ഷെ കുഴപ്പമുണ്ടായില്ല. കൊതുകുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ബുഡ്സിലായ കാരണം. പിന്നെ ഞങ്ങൾ മുഖം മൂടി കിടക്കാൻ പറ്റിയാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 4:30 ആകുമ്പോഴേക്കും ഫുള്ള് കിളികളുടെ സൗണ്ടായിരുന്നു രാവിലെ. പിന്നെ നല്ല കാറ്റും ഉണ്ടായി. അതാണ് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ഒരു 2 മണിക്കായി. പക്ഷേ ഇതേ ഇപ്പോൾ മോർണിംഗ് ആയി. ഇന്ന് ഇപ്പം ഇച്ചിരി തണുപ്പുണ്ട് പുറത്ത്. ഇന്നലെ 25 ഒക്കെ ആയിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ 13 ഡിഗ്രിയാണ്. ഇച്ചിരി തണുപ്പുണ്ട്. ഇവിടെ ഒരാളെ നല്ല ഉറക്കം. സത്യം പറഞ്ഞാൽ രാത്രി നമ്മൾ കുറച്ച് പേടിച്ചു കേട്ടോ, ബിക്കോസ് ഭയങ്കര കാറ്റായിരുന്നു. അപ്പം നമ്മുടെ ടെൻറ്റിൽ ഫുള്ള് കാറ്റിങ്ങനെ അടിക്കണ ഒച്ചയും എല്ലാം കൂടി ആയിട്ട് നമ്മളുടെ ഉറക്കമൊക്കെ ഒന്ന് ബ്രേക്കായി. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങളുടെ സൺറൈസ് മിസ്സായി. നമ്മുടെ ടെൻറ്റിൻ്റെ സൈഡിലായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ഉറുമ്പും കൂടാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഡയാന. ഇതാകുമ്പോൾ നമുക്ക് ഫോറസ്റ്റിനധികം നമ്മൾ താഴെ തീ പിടിക്കാണ്ട് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഐഡിയയിലാണ് ചെയ്യണേ. മോർണിംഗ് എഴുന്നേറ്റ് നോക്കിയപ്പോഴാട്ടോ അവിടെ 1897 ഒരു ഇയർ പാറയിൽ കുത്തിവെച്ചിരിക്കുന്ന കാണണേ. അപ്പോൾ ഐദർ ഈ ഒരു പ്ലേസ് ഉണ്ടാക്കിയ ഒരു ഇയർ എഴുതി വെച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആളുടെ ബർത്ത് ഇയർ ആയിരിക്കാം. എങ്ങനെ നോക്കിയാലും ഒരു 100 ഇയേഴ്സ് പഴക്കമുള്ള പ്ലേസ് ആയിരിക്കാം കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ടെൻറ്റ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പോവാണ് ഇനി. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി വീഡിയോസിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതെ, നോർവേയിലെ വിശേഷങ്ങൾ അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ന്യൂ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ.